Hi dear students, welcome to our YouTube channel Learn Easy. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് Chapter 9 Staying Healthy and Happy. We know that we must be healthy so that our bodies and mind can work properly. നമ്മുടെ മൈൻഡ് നമ്മുടെ ബോഡിയും ഹെൽത്തി ആയിരുന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. Here are some simple habits to keep our bodies clean and free from disease. നമുക്ക് അസുഖങ്ങളൊക്കെ വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ബോഡിയൊക്കെ നല്ല ക്ലീൻ ആയിട്ട് നമ്മൾ നോക്കണം അല്ലേ, എന്ന് സൂക്ഷിച്ചു വെക്കണം. These habits keep our bodies and minds healthy and happy. ഏതൊക്കെയാണ് ഹാബിറ്റ്സ്? ഇവിടെ പിക്ചറിൽ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇതെന്താ ചെയ്യേണ്ടത്? ബ്രഷിംഗ് ടീത്ത് അല്ലേ, പല്ല് തേക്കുന്നു. ഇതെന്ത് ചെയ്യുന്നു? മൗത്ത് വാഷ് ചെയ്യാണ്, വാഷിംഗ് മൗത്ത്സ്. കോംബിംഗ് ഹെയർ, മുടിയെല്ലാം ചേകി വൃത്തിയാക്കി വെക്കുന്നു അല്ലേ. പിന്നെ എന്താണ്, നന്നായിട്ട് സ്ലീപ്പ് ചെയ്യണം, ഉറങ്ങുക. നമ്മളെ ബോഡി നല്ല ഹെൽത്തി ആവുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സ്ലീപ്പ് വളരെയധികം, ഉറക്കം വളരെയധികം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അല്ലേ. ഇവിടെ എന്താ ചെയ്യുന്നത്? വാഷിംഗ് ഹാൻഡ്സ്, കൈകളെല്ലാം വൃത്തിയാക്കുകയാണ്. ബാത്തിങ്, കുളിക്കുകയാണ് അല്ലേ. എന്താണ്, ഉറക്കം മാത്രമല്ല, നമ്മളെ ബോഡിക്ക് വേറെ എന്തൊക്കെ വേണം? എക്സസൈസും കൂടി വേണം അല്ലേ. ഈ ഹാബിറ്റ്സ് ഒക്കെ നമ്മളെ എന്ത് ചെയ്യുന്നത്, നമ്മളെ ബോഡിനെയും മൈൻഡിനെയും ഹെൽത്തിയും ഹാപ്പിയും ആക്കി മാറ്റുന്ന കാര്യങ്ങളാണ്. ക്ലീൻ ആൻഡ് ബ്രൈറ്റ്. ആസ്ക് യുവർ സെൽഫ് ദീസ് ക്വസ്റ്റ്യൻസ്. ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, എന്നിട്ട് അതിന്റെ ആൻസർ കണ്ടെത്തുക. ഡിഡ് ഐ ബ്രഷ് മൈ ടീത്ത് ടുഡേ? ഇന്ന് നിങ്ങൾ പല്ല് തേച്ചോ? ഡിഡ് ഐ ടേക്ക് എ ഷവർ? നിങ്ങൾ ഇന്ന് കുളിച്ചോ? യെസ് ആണെങ്കിൽ നിങ്ങൾ എന്ത് എഴുതുക? യെസ് എന്ന് എഴുതുക. നോ ആണെങ്കിൽ നോ എന്ന് എഴുതുക. ഡിഡ് ഐ കോം മൈ ഹെയർ? നിങ്ങൾ മുടിയെല്ലാം ചീകി വൃത്തിയാക്കിയോ? ഡിഡ് ഐ വാഷ് മൈ ഹാൻഡ്സ് വിത്ത് സോപ്പ്? നിങ്ങൾ എന്ത് ചെയ്യണം? സോപ്പ് ഇട്ടിട്ട് കൈയെല്ലാം കഴുകി വൃത്തിയാക്കിയോ? ആർ മൈ നെയിൽസ് ട്രിംഡ് ആൻഡ് ക്ലീൻ? നഖമെല്ലാം വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഈ ചോദ്യങ്ങളിലെല്ലാം ഉത്തരം നിങ്ങൾ യെസ് ആണോ നോ ആണോ എഴുതിയെന്ന് നോക്കുക. യെസ് ആണെങ്കിൽ എന്താണ്, നിങ്ങൾ വളരെ നല്ല കുട്ടികളാണ് അല്ലെ, മിടുക്കന്മാരും മിടുക്കത്തികളാണ്. നല്ല ഡെയിലി റുട്ടീൻ. റൈറ്റ് ഡൗൺ ദ ആക്ടിവിറ്റീസ് ദാറ്റ് യു ഡു എവറി ഡേ ഫ്രം ദ ടൈം യു വേക്ക് അപ്പ് ടിൽ യു ഗോ ടു സ്ലീപ്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ ആക്ടിവിറ്റീസ് എല്ലാം എഴുതി വെക്കണം. എപ്പം മുതൽ? നിങ്ങൾ രാവിലെ എണീറ്റത് മുതൽ രാത്രി ഉറങ്ങാൻ പോകുന്നത് വരെയുള്ള എല്ലാ ആക്ടിവിറ്റികളും നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. യുവർ ലിസ്റ്റ് ഷുഡ് ഇൻക്ലൂഡ് ദ ആക്ടിവിറ്റീസ് ബിലോ. നിങ്ങൾ ആ ലിസ്റ്റിൽ എന്തൊക്കെ ഉണ്ടാവും? താഴെ പറഞ്ഞിട്ടുള്ള ആക്ടിവിറ്റികളെല്ലാം ഉണ്ടായിരിക്കണം. റിമെമ്പർ ദാറ്റ് യു ഡു സം ഓഫ് ദീസ് തിങ്സ് മോർ ദാൻ വൺസ് ഇൻ എ ഡേ. ടേക്ക് എ ഷവർ, എന്തേ കുളിക്കണം അല്ലെ. വാഷ് യുവർ ഹാൻഡ്സ് വിത്ത് സോപ്പ്, കൈകളെല്ലാം സോപ്പിട്ട് കഴുകി വൃത്തിയാക്കുക. ബ്രഷ് യുവർ ടീത്ത്, പല്ലെല്ലാം തേച്ച് വൃത്തിയാക്കുക അല്ലെ. ഡ്രിങ്ക്സ് 6 to 8 glasses of water, 6 മുതൽ 8 ഗ്ലാസ് വരെ എന്ത് ചെയ്യണം? വെള്ളം കുടിക്കണം. ഈറ്റ് ഫുഡ്, നല്ല ഫുഡ് കഴിക്കണം. സ്ലീപ് വെൽ ഫോർ അറ്റ്ലീസ്റ്റ് 8 hours ടോട്ടൽ, നിങ്ങൾ ടോട്ടൽ 8 hours ഉറങ്ങണം. പ്ലേ ഔട്ട്സൈഡ്, പുറത്തു പോയിട്ട് എന്ത് ചെയ്യണം? കളിക്കണം. ഈ ആക്ടിവിറ്റീസ് എല്ലാം എന്ത് ചെയ്യണം? നിങ്ങളെ ലിസ്റ്റിൽ ഉണ്ടായിരിക്കും അല്ലേ, ആയിരിക്കും അല്ലേ. പല്ല് തേക്കുക, കുളിക്കുക, കൈകൾ സോപ്പിട്ട് കഴുകുക അല്ലെ, പുറത്ത് പോയി കളിക്കുക, കഴിക്കുക, ഭക്ഷണം കഴിക്കുക. ഇതെല്ലാം എന്ത് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും? നിങ്ങൾ ഒരു ദിവസത്തില് പല പ്രാവശ്യം ചെയ്യുന്നതായിരിക്കും അല്ലെ. ഒന്നിൽ കൂടുതൽ തവണ നിങ്ങൾ ഒരു ദിവസത്തിൽ ഒന്നിൽ കൂടുതൽ തവണ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. ചെക്ക് യുവർ ലിസ്റ്റ് ഫോർ ദീസ് ആക്ടിവിറ്റീസ്. Do you brush your teeth twice in the day? Once after waking up and once before going to bed. നിങ്ങൾ 2 പ്രാവശ്യം എന്ത് ചെയ്യാറുണ്ട്? ബ്രഷ് ചെയ്യാറുണ്ടോ ഒരു ദിവസത്തില്? ഒന്ന് എപ്പോഴാണ്? രാവിലെ എണീറ്റ അല്ലെ, രാവിലെ എണീറ്റിട്ട് നമ്മൾ ബ്രഷ് ചെയ്യാറുണ്ടല്ലേ. അത് കഴിഞ്ഞിട്ട് എപ്പോഴാ ബ്രഷ് ചെയ്യാറ്? ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുന്നേ അല്ലെ, രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ ബ്രഷ് ചെയ്യാറുണ്ടോ? ഡു യു റിൻസ് യുവർ മൗത്ത് എവറി ടൈം ആഫ്റ്റർ ഈറ്റിംഗ് ഫുഡ്? എപ്പോഴും ഭക്ഷണം കഴിച്ചതിന് ശേഷം വായെല്ലാം കഴുകാറുണ്ടോ? നിങ്ങൾ സ്വീറ്റ്സോ ചോക്ലേറ്റ്സോ കഴിച്ചതിന് ശേഷം ചിലപ്പോൾ മറക്കാറുണ്ടോ വായ കഴുകാൻ? അങ്ങനെയാണെങ്കിൽ മറക്കരുത്. മറന്നാൽ എന്ത് പറ്റും? നിങ്ങളുടെ വായലെല്ലാം അണുക്കൾ വന്ന് പല്ലുകളെല്ലാം നാശാവും. അത് നമ്മളെ
ഹെൽത്തിനെ ബാധിക്കും. ഡു യു വാഷ് യുവർ ഹാൻഡ്സ് വിത്ത് സോപ്പ് ആഫ്റ്റർ യൂസിങ് ദ ടോയ്ലറ്റ് ആൻഡ് ആഫ്റ്റർ കമ്മിങ് ഹോം ഫ്രം ഔട്ട്ഡോർ? നിങ്ങൾ പുറത്തു പോയി വന്നാലും ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നതിന് ശേഷമൊക്കെ നിങ്ങൾ സോപ്പിട്ട് എന്ത് ചെയ്യണം? കൈകളെല്ലാം വാഷ് ചെയ്യണം. നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടോ? If your answer to any of these questions is no, think and discuss how you can make it a habit. നിങ്ങൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസുകളിൽ ഏതെങ്കിലും ആൻസർ നിങ്ങളുടെ നോ ആണെങ്കിൽ എന്തായാലും ആ ഹാബിറ്റ് എന്ത് ചെയ്യണം? ഇംപ്രൂവ് ചെയ്തിട്ട് അത് എസ് എന്ന് ആക്കണം. ഓക്കെ, അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് അത് ചെയ്യാൻ എന്തെങ്കിലും ഡിഫിക്കൽട്ടി ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ എൽഡേഴ്സിനോട് പറഞ്ഞിട്ട് അത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ. Dadu uses twigs from a neem or babul tree to clean his teeth. മോനയുടെ ഗ്രാൻഡ് ഫാദർ എന്താണ് ഉപയോഗിക്കുന്നത് ബ്രഷ് ചെയ്യാനായിട്ട്? ട്വിഗ്സ് ഫ്രം എ നീം ഓർ ബബൂൾ ട്രീ. നീമിന്റെ ചെറിയ തണ്ടുകൾ അല്ലെങ്കിൽ എന്താണ് ബബൂളിന്റെ ചെറിയ തണ്ടുകളാണ് ബ്രഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ നീമിന്റെ അല്ലെങ്കിൽ ബബൂളിന്റെ ഒക്കെ ചെറിയ തണ്ടുകള്? ട്വിഗ്സിന്റെ ഒരെന്റെ ചൂ ചെയ്തിട്ട് ബ്രഷ് പോലെ ആക്കും, എന്നിട്ടാണ് പല്ല് തേക്കാനായിട്ട് ഉപയോഗിക്കാറ്. ഹൗ കം യു ഡു നോട്ട് യൂസ് എ ടൂത്ത് ബ്രഷ് ലൈക്ക് us? അപ്പൊ ചോദിക്കാണ് മോയിന, എന്തുകൊണ്ടാണ് ഞങ്ങളെ പോലെ ടൂത്ത് ബ്രഷ് ഉപയോഗിക്കാത്തത്? Dadu laughed and said, well, every day I get a fresh twig from the trees nearby. ദാദു പറയാണ്, നിങ്ങളൊക്കെ ഡെയിലി എന്ത് ചെയ്യാണ്? ഒരേ ബ്രഷ് ഉപയോഗിച്ചിട്ടല്ലേ പല്ല് തേക്കുന്നത്. എനിക്ക് എന്ത് ചെയ്യും? ഡെയിലി പുതിയ പുതിയ ഫ്രഷ് ആയിട്ടുള്ള ട്വിഗ്സ് കിട്ടും. ചെറിയ ചെറിയ കമ്പുകളെല്ലാം അടുത്തുള്ള മരത്തിൽ നിന്ന് എടുക്കാറുണ്ട്, ഞാൻ ഉപയോഗിക്കാറുണ്ട് പല്ല് തേക്കാനായിട്ട്. I chew it to make a brush and remove food particles stuck between my teeth. എന്നിട്ട് അത് എന്ത് ചെയ്യുന്നറിയോ? അതിന്റെ ഒരു ഭാഗം എന്റെ ഭാഗം എന്ത് ചെയ്യും? ഇങ്ങനെ കടിച്ചിട്ട് ചൂ ചെയ്തിട്ട് അത് ഒരു ബ്രഷ് പോലെ ആക്കും. And remove food particles stuck between my teeth. എന്നിട്ട് ഗ്രാൻഡ് ഫാദറിന്റെ പല്ലിന്റെ ഇടയിലൊക്കെയുള്ള ഫുഡ് പാർട്ടിക്കിൾസ് ഒക്കെ അതുകൊണ്ട് എന്ത് ചെയ്യും? റിമൂവ് ചെയ്യും. ഇറ്റ് ഗീവ്സ് മൈ ഗം എ ഗുഡ് മസാജ് ടു. ഇതിന് എന്റെ ഗം മോണാക്കി നല്ലൊരു മസാജും കൂടി തരുന്നുണ്ട്. യു ഷുഡ് ട്രൈ ഇറ്റ് സംടൈംസ്. അപ്പോ ഗ്രാൻഡ് ഫാദർ പറയാണ് മോയിനോട്, എന്താ പറയുന്നത്? നീയും ഇത് ട്രൈ ചെയ്ത് നോക്കൂ എന്ന് പറയാണ്. നിങ്ങൾക്കറിയില്ലേ നീം എന്ന് പറയുന്ന ഒരു എന്താണ് മെഡിസിനൽ പ്ലാന്റ് ആണെന്ന് പഠിച്ചിട്ടില്ലേ? അതിന്റെ ലീഫ് നമ്മൾ മെഡിസിൻ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ട്വിഗ് ചെറിയ ചെറിയ തണ്ടുകളൊക്കെ ഇങ്ങനെ ബ്രഷ് ചെയ്യാനായിട്ട് പണ്ട് ആളുകളെല്ലാം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങളെ ഗ്രാൻഡ് പാരന്റ്സോ അതോ പാരന്റ്സോ ആരെങ്കിലും ഇങ്ങനെ ഉപയോഗിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ? അവരോട് ചോദിച്ചു നോക്കൂ, അവരിങ്ങനെയൊക്കെ ഉപയോഗിച്ച്. നിങ്ങളെ എൽഡേഴ്സിനോടോ ഗ്രാൻഡ് പാരന്റ്സിനോടോ നൈബേഴ്സിനോടോ ഒക്കെ എന്ത് ചോദിക്കുക? അവരുടെ കാലത്ത് അവര് കുട്ടിയായിരുന്ന കാലത്ത് എന്തൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്? ഹെയർ വാഷ് ചെയ്യുന്നതിനും ക്ലോത്ത്സ് വാഷ് ചെയ്യുന്നതിനും ബോഡിയും പല്ലൊക്കെ ക്ലീൻ ചെയ്യുന്നതിനൊക്കെ എന്തൊക്കെയാ ഉപയോഗിച്ചിരുന്നത്? പണ്ടുള്ള ആളുകള് ബോഡി സോപ്പിന് പകരമൊക്കെ ചെറുപയർ പൊടി ഇല്ലേ? ചെറുപയർ പൊടി, കടലപ്പൊടി ഇതെല്ലാം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഹെയർ വാഷ് ചെയ്യുന്നതിനും എന്തൊക്കെയാ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നതെന്ന് അറിയോ? താളി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെമ്പരത്തിയുടെ ഇല, ചെമ്പരത്തി, പിന്നെ ചെറുപയർ പൊടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹെയർ വാഷ് ചെയ്യുന്നതിന് ഷാമ്പൂവിന് പകരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. Moina found the neem twig to be too bitter, but the bamboo twig tasted better. മോയിന പറയാണ് നീമിന്റെ ട്വിഗ്സ് എന്താണ് കുറച്ച് ബിറ്റർ ആണ്, കയ്പുണ്ട്, അതുകൊണ്ട് അത് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് പറയാണ്. പക്ഷെ ബബൂളിന്റെ ട്വിഗിന്റെ ടേസ്റ്റ് എന്താണ്? നീമിനെക്കാളും ബെറ്റർ ആണ്. I'd start using bubble twigs, Dadu exclaimed മോയിന. ദാദുവിനോട് മോയിന പറയാണ്, ഞാൻ എന്ത് ചെയ്യാം? ബബൂളിന്റെ ട്വിഗ്സ് യൂസ് ചെയ്യാം. നീമിന്റെ ട്വിഗ്സ് എന്ന് പറയുന്നത് കുറച്ച് ബിറ്റർ ആണ്, അതുകൊണ്ട് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയാണ്. The modern idea of brushing teeth came from the Indian hygiene tradition of Datsun. ഈ ബ്രഷ് ചെയ്യുക എന്നുള്ളത്, ടീത്ത് ഒക്കെ ക്ലീൻ ചെയ്യുക എന്നുള്ളത് ഇന്ത്യൻ ഹൈജീൻ ട്രഡീഷന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരു ഐഡിയയാണ്. Twigs of certain plants including neem, karanch, ബബൂൾ എക്സെട്ര ടു ക്ലീൻ അവർ ടീത്ത്. അപ്പോൾ പലതരത്തിലുള്ള മെഡിസിനൽ പ്ലാന്റ്സിന്റെ നീമിന്റെയും ബബൂളിന്റെയും കരാഞ്ചിന്റെയും പ്ലാന്റ്സ് ആണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. മേക്കിംഗ് എ ഹോം ക്ലീനർ യൂസിങ് ഓറഞ്ച് ആൻഡ് ലെമൺ പീൽസ്. ഓറഞ്ചിന്റെയും ലെമണിന്റെയും പീൽസ് തൊലികൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് നിർമ്മിക്കാം?
ഹോം ക്ലീനർ നമുക്ക് നിർമ്മിക്കാന്നാ പറയുന്നത്. നോക്കാം. We use many cleaning agents at home to remove dirt and germs from surface like kitchen slabs, furniture and bathrooms. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ വീടുകളിൽ തന്നെ ഒരുപാട് ക്ലീനിങ് ഏജന്റുകൾ ഉപയോഗിക്കുന്നുണ്ടാവുമായിരിക്കും അല്ലേ? നിങ്ങൾ അഡ്വർടൈസ്മെന്റ് കണ്ടിട്ടുണ്ടായിരിക്കും പലതരം ക്ലീനിങ് ഏജന്റുകൾ. അതെന്തിനാണ്? ജേംസ് പോകുന്നതിനും ഡേർട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടി, ചളിയെല്ലാം അഴുക്കെല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഒരുപാട് തരം ക്ലീനിങ് ഏജന്റ്സ് ഉപയോഗിക്കാറുണ്ട്. Find out what home cleaners are used in your home. നിങ്ങളുടെ വീട്ടിൽ ഏതാ ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾ നോക്കുക. You can also make your own eco-friendly cleaner. നിങ്ങൾക്ക് തന്നെ അതുപോലുള്ള eco-friendly ആയിട്ടുള്ള, എന്താ eco-friendly പറഞ്ഞാൽ നമ്മളെ നാച്ചുറിന് ഡാമേജ് വരുത്താത്ത തരത്തിലുള്ള ക്ലീനേഴ്സ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റുമെന്നാ പറയുന്നത്. എന്താ eco-friendly cleaners എന്ന് പറയുന്നത് എന്താന്ന് മനസ്സിലായോ? eco-friendly cleaners എന്ന് പറയുന്നത് നമ്മളെ നാച്ചുറിന് ഡാമേജ് വരുത്താത്ത, ഇപ്പോൾ നമ്മൾ തരം കെമിക്കലുകൾ ഉപയോഗിച്ചിട്ടായിരിക്കും പലതരത്തിലുള്ള ക്ലീനിങ് ഏജന്റുകളെല്ലാം ഉണ്ടാക്കിയിരുന്നത്. അതായത് നമ്മൾ എന്ത് ചെയ്യും, ഉപയോഗിക്കുമ്പോൾ അത് എന്ത് ചെയ്യും, വെള്ളത്തിൽ കലർന്ന് അത് നമ്മളെ നാച്ചുറൽ പ്രകൃതിക്കും പലതരം പ്ലാന്റ്സിനും ജീവികൾക്കും ഒക്കെ അത് എന്ത് ചെയ്യുന്നുണ്ട്, ഹാർംഫുൾ ആയിട്ട് മാറുന്നുണ്ട് കെമിക്കലുകൾ ആയതുകൊണ്ട് തന്നെ. അപ്പൊ എക്കോ ഫ്രണ്ട്ലി ക്ലീനേഴ്സ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കുന്നതായോണ്ട് എന്താ ഇല്ല, അത് നമ്മളെ നാച്ചുറിന് ഡാമേജ് വരുത്തുന്നില്ല. അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. പീസ് ഓഫ് 8 to 12 ഓറഞ്ചസ് ഓർ ലെമണിന്റെയോ ഓറഞ്ചിന്റെയോ എന്ത് ചെയ്യാം, പീലുകൾ കുറച്ച് കളക്ട് ചെയ്യുക. 8 to 12 ഓറഞ്ചിന്റെയോ ലെമണിന്റെയോ. Enough to fill a half-liter transparent container. ഒരു 1/2 ലിറ്റർ ട്രാൻസ്പാരന്റ് കണ്ടെയ്നർ ഫിൽ ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും 8 to 12 ഓറഞ്ച് ഓർ ലെമൺസിന്റെ പീൽസ് ധാരാളമാണ്. 10 whole cloves. ക്ലോവ്സ് എന്താ അറിയില്ല, ഓറഞ്ചിന്റെ ഗ്രാമ്പു. പിന്നെന്ത് വേണം? ബേ ലീവ്സ്. ബേ ലീവ്സ് പറഞ്ഞാൽ അറിയില്ലേ, പട്ടയുടെ ഇല, അതിനെയാണ് ബേ ലീവ്സ് എന്ന് പറയുന്നത്. 2 cups of white vinegar. Enough to cover the peels or spices. എന്തൊക്കെ വേണം? ഓറഞ്ചിന്റെയോ ലെമണിന്റെയോ പീൽസ് വേണം. എന്ത് വേണം? ഗ്രാമ്പു വേണം, പട്ട ബേ ലീവ്സ് വേണം, പിന്നെ എന്ത് ചെയ്യണം? വൈറ്റ് വിനെഗർ വേണം. Now put all these ingredients in a half-liter transparent container. നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു 1/2 ലിറ്റർ ട്രാൻസ്പാരന്റ് കണ്ടെയ്നറിൽ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇടുക. ആൻഡ് ക്ലോസ് ദ ലിഡ്. എന്നിട്ട് ഈ ലിഡ് ക്ലോസ് ചെയ്യാം. Keep the container in a sunny area for about 2 weeks. നിങ്ങൾ 2 ആഴ്ച എന്ത് ചെയ്യണം? അത് സണ്ണി ഏരിയയിൽ വെയിലത്ത് കൊണ്ടുപോയിട്ട് വെക്കണം. Occasionally shaking the mixture. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം? മിക്സ്ചർ ഷേക്ക് ചെയ്യണം, ഇളക്കണം. Strain the liquid after 2 weeks and your all-purpose cleaner is ready. നിങ്ങൾ ആ ലിക്വിഡ് സ്ട്രെയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാമേ, നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ക്ലീൻ ചെയ്യുന്നതിനും ജേംസിനെ കളയുന്നതിനും ഫർണിച്ചർ തുടയ്ക്കുന്നതിനൊക്കെ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. You can mix a cup of the liquid in a bucket of water. ഒരു ബക്കറ്റ് വെള്ളത്തിൽ എന്ത് ചെയ്യണം? ഒരു കപ്പ് ലിക്വിഡ് ആഡ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾക്ക് അത് ഫ്ലോർ ക്ലീൻ ചെയ്യുന്നതിനും ബാത്റൂം ക്ലീൻ ചെയ്യുന്നതിനൊക്കെ ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. Animals like to keep themselves clean too. Have you ever seen monkeys sitting and grooming each other? നിങ്ങൾ കണ്ടിട്ടുണ്ടോ മങ്കീസ് ഇരുന്നിട്ട് തലയിലെല്ലാം പെയിൻ എടുത്തു കൊടുക്കുന്നതും അവര് ഒക്കെ വൃത്തിയാക്കുന്നതെല്ലാം കണ്ടിട്ടില്ലേ? ഒരു മങ്കി ഇരുന്ന് മറ്റേ മങ്കീനെ ഇങ്ങനെ ഇരുന്ന് ക്ലീൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? This is a way in which they keep their bodies free from insects. അവരുടെ ശരീരത്തിലെ ഇൻസെക്ട്സുകളൊക്കെ എടുത്തിട്ട് കളയുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. You may have also seen birds using their beaks to clean their feathers. നിങ്ങൾ കണ്ടിട്ടുണ്ട്, നിങ്ങൾ ബേർഡ്സിനെ ഒക്കെ ഒബ്സർവ് ചെയ്ത് അറിയാം, കാക്കയൊക്കെ ഭക്ഷണം കഴിച്ചതിന് ശേഷം അതിന്റെ കൊക്കുകൾ വൃത്തിയാക്കുന്നത് കണ്ടിട്ടുണ്ടോ? അതുപോലെ ബേർഡ്സ് എന്ത് ചെയ്യും? അതിന്റെ ഫെതേഴ്സിന്റെ ഇടയിലുള്ള അഴുക്കുകളൊക്കെ പോയി അതിന്റെ ഇൻസെക്ട്സുകളെയൊക്കെ കളയാൻ വേണ്ടിയിട്ട് അതിന്റെ കൊക്ക് ഉപയോഗിച്ചിട്ട് അതിന്റെ ഫെതേഴ്സ് ഒക്കെ ക്ലീൻ ചെയ്യാറുണ്ട്. Next time to observe different way in which animals and insects around you might be cleaning them. നിങ്ങൾ ചുറ്റുപാടുമുള്ള ഇൻസെക്ട്സുകളെയും ആനിമൽസിനെയൊക്കെ നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ട്
അവ എങ്ങനെയാണ് അവരുടെ ബോഡി ക്ലീൻ ചെയ്തതെന്ന് നോക്കുക. ബേർഡ്സിനെയും കാറ്റിനെ കണ്ട് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? കാറ്റിനെ ഒബ്സർവ് ചെയ്ത് നോക്കൂ. കാറ്റ് ഇങ്ങനെ അതിന്റെ ശരീരമൊക്കെ നക്കി തുടയ്ക്കുന്നത് കണ്ടിട്ടുണ്ടോ? അതുപോലെ ഡോഗ് ഇങ്ങനെ കൊടയും അല്ലെ, അതിന്റെ ഹെയറിലുള്ള ഡസ്റ്റ് ഒക്കെ പോവാൻ വേണ്ടിയിട്ട്. എലിഫന്റ് എന്താ ചെയ്യാറ്? എലിഫന്റ് വെള്ളത്തിലൊക്കെ കയറിയിട്ട് നല്ല, നമ്മൾ പറയും ആന കളിക്കുകയാണ് വെള്ളത്തിൽ എന്നൊക്കെ പറയും. അതിന്റെ തുമ്പിക്കൈയിൽ നിറച്ച് വെള്ളം എടുത്തിട്ട് ശരീരത്തിന് മേലെയെല്ലാം ഒഴിച്ച് അതങ്ങനെ വൃത്തിയാക്കും. അങ്ങനെ നിങ്ങൾ ഓരോ ജീവികളെയും നോക്കി നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്താൽ കാണാം അവരവരുടെ ബോഡീസ് എങ്ങനെയാണ് ക്ലീൻ ആക്കി വെക്കുന്നതെന്ന്. പ്ലേയിങ് ഔട്ട്ഡോർസ് ആൻഡ് ഇൻഡോർസ് ടു. Have you noticed that after running fast to catch your friend in a game, you are breathing faster and deeper? നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിന്റെ പിന്നാലെയെല്ലാം നിങ്ങൾ ഓടാറുണ്ട് അല്ലെ, ഓടിക്കളിക്കാറുണ്ട്. അങ്ങനെയൊക്കെ കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ അങ്ങനെ കിതയ്ക്കും അല്ലെ, നന്നായിട്ട് ബ്രീത്ത് ചെയ്യാറുണ്ട്. അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ലേ? Maybe your cheeks are a little red and you are feeling a little warm and start sweating. അല്ലെങ്കിൽ നിങ്ങളെ ചീക്സുകളൊക്കെ ചെറുതായിട്ട് റെഡിഷ് കളറായവും അതുപോലെ എന്ത് ചെയ്യും, കുറച്ച് ചൂടെടുക്കുന്ന പോലെ വാമായ പോലെ, നിങ്ങളുടെ ബോഡി വാമായ പോലെ ഫീൽ ചെയ്യും, നിങ്ങൾ വേർക്കാൻ തുടങ്ങും. ഇങ്ങനെയൊക്കെ ചെയ്യാറില്ലേ? എന്തുകൊണ്ടത്? This is because exercise makes our heart work harder and better. ഇത് എക്സസൈസ് നമ്മളെ ഹാർട്ടിനെ ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നതിന് എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എക്സസൈസ് ഈസ് ഗുഡ് ഫോർ ദ ബോഡി. എക്സസൈസ് എന്ന് പറയുന്നത് നമ്മളെ ബോഡിക്ക് വളരെ ഗുഡ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ? There are many ways to exercise and keep ourselves fit. പലതരത്തിലുള്ള എക്സസൈസുകൾ ഉണ്ട് നമ്മളെ ബോഡീനെ ഹെൽത്തി ആക്കി വെക്കുന്നതിന് വേണ്ടിയിട്ട്. Hop, skip, jump. Try the following moves. Walk like a duck. ഒരു ഡക്കിനെ പോലെ നിങ്ങൾ വാക്ക് ചെയ്യാൻ ശ്രമിക്കുക. ജംപ് ലൈക്ക് എ ഫ്രോഗ്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാ? ഫ്രോഗിനെ പോലെ ചാടി ചാടി നടക്കാറുണ്ടോ? ജംപ് ചെയ്യാ. റൺ ലൈക്ക് എ കാറ്റ്. കാറ്റിനെ പോലെ റൺ ചെയ്യാൻ നോക്കുക. Which moves did you enjoy the most? ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും എൻജോയ് ചെയ്തത്? Take a skipping rope and count as you jump. Do this with your friend and see who can jump the maximum number of times. നിങ്ങൾ സ്കിപ്പിംഗ് റോപ്പ് എടുത്ത് കളിക്കാറില്ലേ? അങ്ങനെ എടുത്തിട്ട് നിങ്ങൾ ഫ്രണ്ടിന്റെ കൂടെ കളിച്ചു നോക്കുക. അങ്ങനെ ആർക്കാണ് മാക്സിമം നമ്പർ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കുക. Then invite a friend to start jumping after you skip 10 times or after you say a short poem as you skip. For example, നിങ്ങനെ ഒരു കുഞ്ഞു പോയൊക്കെ ചൊല്ലിയിട്ടൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സ്കിപ്പ് ചെയ്യാം. ഇതൊക്കെ എന്താണ്? ബോഡിക്ക് നല്ല എക്സസൈസ് ആണ്. I like roti, I like ghee, I want. നിങ്ങളുടെ ഫ്രണ്ടിന്റെ പേര് പറയാ എന്താണെന്നുണ്ടെങ്കിൽ. To jump with me. ഓക്കെ, ഇങ്ങനെ കുഞ്ഞു പോയൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ജമ്പ് ചെയ്യാം. Harpreet's grandmother cannot move much because of the pain in her knees. ഗ്രാൻഡ് പാരൻസ് ആയ എന്താണ്, കുറച്ച് ഏജ്ഡ് ആയതുകൊണ്ട് എന്ത് ചെയ്യും? അവർക്ക് കാലുവേദന, കൈവേദന, അങ്ങനെ കുറച്ച് വേദനകളൊക്കെ വരും അല്ലേ, ഏജ് ആയതുകൊണ്ട്. അപ്പൊ എന്താണ്, ഹാർപീറ്റിന്റെ ഗ്രാൻഡ് മദറിന് അതുപോലെ മുട്ടിന്, കാലിന് വേദനയാണ്. But she still walks around the house a little and loves to play chess with Harpreet. എന്നാലും എന്ത് ചെയ്യാറുണ്ട്? ഗ്രാൻഡ് മദർ എന്താ ചെയ്യാറുണ്ട്? വീട്ടില് കുറച്ചു നേരം നടക്കാറുണ്ട്. അതുപോലെ തന്നെ ഹാർപീറ്റുമായിട്ട് എന്ത് ചെയ്യാറുണ്ട്? ചെസ് കളിക്കാറുണ്ട്. She says that both the mind and body should be active. ഇത് എന്തിനാ ചെയ്യുന്നതെന്നാ ഗ്രാൻഡ് മദർ പറയാറ്? മൈൻഡും ബോഡിയും ആക്റ്റീവ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വാക്കിങ്ങും ഒക്കെ ചെസ് കളിക്കുകയൊക്കെ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇതും ഒരു തരം എക്സസൈസ് ആണ് അല്ലേ? Can you identify the games shown here? Have you played them before? ഇത് എന്തെല്ലാം ഗെയിമാണിത്? ടോപ്പ്, ചൗസർ, സ്നേക്സ് ആൻഡ് ലാഡർ, ക്യാരം ബോർഡ്. Can you find the names of all the games hidden here? ഇവിടെ ഈ ബോക്സിൽ എന്താണ് കുറേ ഗെയിംസ് ഒളിഞ്ഞിരിക്കുന്നത്. അത് എന്തൊക്കെയാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. കുറച്ച് ഗെയിംസ് എല്ലാം ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഫുട്ബോൾ ഉണ്ട്, ക്രിക്കറ്റ്, വോളിബോൾ, ബാസ്കറ്റ് ബോൾ, ജിംനാസ്റ്റിക്സ്, കൊക്കോ, ബാഡ്മിന്റൺ, ഹോക്കി, അങ്ങനെ കുറച്ചെല്ലാം ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് നിങ്ങൾ സ്വന്തമായിട്ട്
playing safely. It is important to be safe while having fun. Which of the following places is considered a safe area to play? Why or why not? Busy road. Busy road safe ആണോ അല്ലയോ? അൺസേഫ് ആണ് അല്ലേ? എന്തുകൊണ്ടാണ്? ഒരുപാട് വണ്ടികളെല്ലാം അവിടെ പോകുമ്പോൾ നമുക്ക് ആക്സിഡന്റ് എല്ലാം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് അല്ലേ? റോഡ് എന്ന് പറയുന്നത് കളിക്കാനുള്ള സ്ഥലമല്ല അല്ലേ? നമുക്ക് എന്തിനുള്ളതാണ്? വണ്ടികൾക്കും ആളുകൾക്കെല്ലാം സഞ്ചരിക്കാനുള്ളതാണ്. അതുകൊണ്ട് റോഡിൽ നമ്മൾ കളിക്കാൻ പാടില്ല. നെക്സ്റ്റ് പാർക്ക് സേഫ് ആണോ? യെസ്, പാർക്ക് സേഫ് ആണല്ലേ? സേഫ് ആണെങ്കിൽ ടിക്ക് ഇടാം. സ്കൂൾ ഗ്രൗണ്ട് സേഫ് ആണോ? വെരി ഗുഡ്. എ റൂഫ് വിത്തൗട്ട് റെയിലിംഗ് സേഫ് ആണോ അൺസേഫ് ആണോ? അൺസേഫ് ആണല്ലേ? അവിടെ നിന്ന് നമ്മൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കഴിച്ചാൽ എന്താണ്? താഴെ വീഴാനും നമുക്ക് അപകടങ്ങൾ പറ്റാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനത്തെ സേഫ് അല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ കളിക്കാൻ പാടില്ല. എ കൺസ്ട്രക്ഷൻ സൈറ്റ് സേഫ് ആണോ അൺസേഫ് ആണോ? അൺസേഫ്. അവിടെ എന്താണ്? ഒരുപാട് സാധനങ്ങളെല്ലാം കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഉണ്ടായിരിക്കും അല്ലേ? അവിടെയെല്ലാം നമ്മൾ തട്ടിത്തടഞ്ഞിട്ടൊക്കെ വീഴുന്നതിനും അപകടങ്ങൾ പറ്റുന്നതിനൊക്കെ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. In public spaces, there may be strangers. Do not interact with strangers unless you are with your parents or any other elders you trust. നിങ്ങൾ പബ്ലിക് സ്പേസിൽ ഒരുപാട് പേരെ കാണും അല്ലെ? സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേരെ കാണും. നിങ്ങളെ പാരൻസോ അഡൽട്ട് ആയിട്ടുള്ള വേറെ ആരെങ്കിലും നിങ്ങളെ കൂടെ ഇല്ലാത്തപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്? അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യരുത്. കം ഹിയർ, ഹാവ് സം സ്വീറ്റ്സ്. നോ താങ്ക് യു, വി ഡു നോട്ട് വാണ്ട് സ്വീറ്റ്സ്. അവരെന്ത് ചെയ്യും? സ്വീറ്റ്സ് തരാം, വേറെ എന്തെങ്കിലും അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോകാം, അച്ഛൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാം എന്നൊക്കെ നിങ്ങളുടെ അടുത്ത് പലതും പറഞ്ഞ് നിങ്ങളെ എന്ത് ചെയ്യും? കബളിപ്പിക്കാൻ ശ്രമിക്കും. അപ്പം നിങ്ങൾക്ക് പരിചയമില്ലാത്തവരുടെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യരുത്? പോവരുത്. അവർ തരുന്ന സാധനങ്ങളൊന്നും വാങ്ങിച്ച് കഴിക്കുകയൊന്നും ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ് ഒരു ലേഡി വന്നിട്ട് എന്താ പറഞ്ഞേ? യുവർ മദർ ആസ്ക്ഡ് മീ ടു പിക്ക് യു അപ്പ് ഫ്രം സ്കൂൾ. നോ ഐ ഡോണ്ട് നോ യു. അപ്പൊ ഈ കുട്ടി പറയാനേ ഇല്ല, ഞാൻ വരില്ല നിങ്ങളുടെ കൂടെ, എനിക്ക് നിങ്ങളെ അറിയില്ല എന്ന് പറയുന്നു. നിങ്ങൾ അറിയാത്ത ആളുകളുടെ കൂടെ നിങ്ങൾ അമ്മയും അച്ഛനും പറഞ്ഞു വിട്ടതാണെന്ന് പറഞ്ഞാലൊന്നും എന്ത് ചെയ്യരുത്? പോവരുത്. ലെറ്റ് മീ ഡ്രോപ്പ് യു ഹോം. ഗെറ്റ് ഇൻ ദ കാർ. നോ ഐ നോ മൈ വേ ബാക്ക് ഹോം. ഇയാൾ എന്താ പറയുന്നത്? ഒരാൾ വന്നിട്ട് പറയാൻ ഞാൻ വീട്ടിലേക്ക് നിങ്ങളെ കൊണ്ടുവിടാം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? വേണ്ട എന്ന് പറഞ്ഞിട്ട് അത് നിരസിക്കണം. We should pay attention to our surroundings when playing. നിങ്ങൾ കളിക്കുമ്പോഴെല്ലാം നിങ്ങളുടെ സറൗണ്ടിങ്സ്, ചുറ്റുപാടിനെ കുറിച്ചിട്ട് നിങ്ങൾ എപ്പോഴും എന്തായിരിക്കണം? അവെയർ ആയിരിക്കണം. നിങ്ങൾ സ്ട്രേഞ്ചേഴ്സുമായിട്ടൊന്നും ഇടപഴകാനോ സംസാരിക്കാനോ ഒന്നും പോവാൻ പാടില്ല. Make your weekly health table. What makes you feel sleepy, hungry or tired? Feelings are the body's way of telling us that something is amiss. We all have different needs. We should each know what is good for our body and mind. For this, track your activities for a week and observe how you feel. നിങ്ങൾ പല്ല് തേച്ചോ? നിങ്ങൾ മോർണിംഗിൽ ടോയ്ലറ്റ് യൂസ് ചെയ്തോ? നിങ്ങൾ കുളിച്ചോ? നിങ്ങൾ എന്താണ്? ഹൗ മച്ച് ടൈം ഡിഡ് ഐ സ്ലീപ്? എത്ര സമയമാണ് നിങ്ങൾ ഉറങ്ങിയത്? നിങ്ങൾ വാട്ട് ഡിഡ് ഐ ഹാവ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്? എന്താണ് കഴിച്ചത്? അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഹൗ ലോങ് ഡിഡ് ഐ വാച്ച് TV ഓർ പ്ലേ ഓൺ ദ ഫോൺ? നിങ്ങൾ ടിവിയിലോ ഫോണിലോ എത്ര ടൈം കളിച്ചു? നിങ്ങൾ എത്ര ടൈം സ്പെൻഡ് ചെയ്തു? ഹൗ ലോങ് ഡിഡ് ഐ പ്ലേ ഔട്ട്ഡോർസ്? എത്ര നേരം പുറത്ത് കളിച്ചു? ഹൗ ഡിഡ് ഇറ്റ് മേക്ക് മീ ഫീൽ? ചാർട്ട് എന്ത് ചെയ്യാൻ? നിങ്ങൾ ഒരു വീക്കിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ ഈ ചാർട്ടിൽ എന്ത് ചെയ്യണം? ഫീൽ ചെയ്യണം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഒന്ന് നോക്കുക, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളൊക്കെ മിസ്സാവുന്നത്, ഇല്ലെങ്കിൽ എന്തെല്ലാം നിങ്ങൾ ചെയ്തു എന്ന് നിങ്ങളൊന്ന് അനലൈസ് ചെയ്യാം. അപ്പൊ നമ്മളെ ഈ ചാപ്റ്റർ ഇവിടെ ഫിനിഷ് ആവുകയാണ്. മുന്നത്തെ ചാപ്റ്ററുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.